إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് ആൽ ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഇതാ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് പിന്നിൽ, അതുപോലെ തന്നെ വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാവും പകലും മാറി മാറി വരുന്ന രാവും പകലിന്റെയും പ്രമാണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ലആയാതിൻ ലിഉലിൽ അൽബാബ്, ആർക്കു വേണ്ടിയിട്ടാണ്? ബുദ്ധിയുള്ളവർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല രാവിന്റെയും പകലിന്റെയും പ്രമാണത്തിലും അതുപോലെ തന്നെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് പിന്നിലുമുള്ള ആ ഒരു ദൃഷ്ടാന്തം അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുന്നു, ഹുവല്ലദീ ജഅല ലക്കുമുൽ വഹുവല്ലദീ ജഅല അൽ-ലൈല വൻ-നഹാറ ഖിൽഫഹ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. ഇതാ രാവിനെയും പകലിനെയും അവൻ മാറ്റി മാറ്റി കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കപ്പെടാനും അതുപോലെ തന്നെ അവൻ നൽകിയിട്ടുള്ള നിഅമത്തുകൾ അതിന് നന്ദി കാണിക്കുവാനും വേണ്ടിയിട്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പാഠമാണ് അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്? എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഇതാ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്നും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആയുസ്സിൽ നിന്നും ഓരോ ദിവസവും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ വസ്തുക്കൾ പലതും പഴയതായിക്കൊണ്ടിരിക്കുന്നു. നാം അകലെയാണെന്ന് കരുതിയ നമ്മുടെ മരണം ഇതാ നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കഴിയുമ്പോൾ നമ്മുടെ മരണത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സഹോദരങ്ങളെ, നമ്മുടെ ആയുസ് അത് ചുരുട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും രാവും പകലും ഇങ്ങനെ മാറി മാറി വരുമ്പോൾ നമ്മുടെ ആയുസ്സിൽ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും ഒരു ശ്രദ്ധയുമില്ല. ദുനിയാവിന്റെ കാര്യങ്ങളിൽ നെട്ടോട്ടമാണ് സഹോദര. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് നാം ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ഒരു യാത്രയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പരലോകത്തെക്കുറിച്ച് നാം സ്മരിക്കണം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്, ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറ. ദുനിയാവിന്റെ സഞ്ചാരം പിന്നോട്ടേക്കാണ്. ഇങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ദുനിയാവ് സഞ്ചരിക്കുന്നത് പിന്നോട്ടേക്കാണ്. അഥവാ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ ദുനിയാവിൽ നിന്നും നാം വിട്ടുനിൽക്കുകയാണ്. പരലോകത്തേക്ക് നാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. വൽ ആഖിറതു മുഖ്ബില, പരലോകം സഞ്ചരിക്കുന്നതാകട്ടെ മുന്നോട്ടേക്കും. പരലോകമാണ് നിന്റെ മുന്നിലേക്ക് വരുന്നത്. നീ ഇങ്ങനെ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുമ്പോൾ നീ പരലോകത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശേഷം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പഠിപ്പിക്കുന്നു, വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, അവ രണ്ടിനും സന്താനങ്ങളുണ്ട്. ഒരിക്കലും നശിക്കാത്ത
ശാശ്വത ഗേഹമായ പരലോകത്തിനും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാശം രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഐഹിക ജീവിതത്തിനും സന്താനങ്ങളുണ്ട്, അവർക്ക് പിന്നാലെ പോകുന്നവയുണ്ട്, ആളുകളുണ്ട് എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. ശേഷം അദ്ദേഹം പറയുകയാണ്, സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ഈ ഉപദേശം നമ്മൾക്കുള്ള ഉപദേശം പോലെ എടുക്കുക. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുന്നതായി കണക്കാക്കുക. അദ്ദേഹം പറയുകയാണ്, ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ. നിങ്ങൾ പരലോകത്തിന്റെ സന്താനങ്ങളാവുക, പരലോകത്തേക്ക് വേണ്ടി പണിയെടുക്കുന്നവരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ള ഒരു ജീവിതം അതിനുവേണ്ടി പണിയെടുക്കുന്നവരാവുക. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ. ദുനിയാവിന്റെ സന്താനങ്ങളായിക്കൂടാ. ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്ന, ദുനിയാവിലേക്ക് ആളുകളെ വിളിക്കുന്ന, ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടരുത് എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ശേഷം പറയുന്നു, ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്. കാരണം ഇന്ന് നീ ഇവിടെ ജീവിക്കുമ്പോൾ നിന്നെ സംബന്ധിച്ചിടത്തോളം അമല് ചെയ്യാൻ, പ്രവർത്തിക്കാൻ, സൽപ്രവർത്തനങ്ങൾ അത് നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള അവസരമുണ്ട്. ഇന്ന് നിനക്ക് വിചാരണയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക്, പരലോകത്തേക്ക് നീ ചെന്നു കഴിഞ്ഞാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്കൊരു വിചാരണ വരാനുണ്ട്. നിനക്ക് അമലുകൾക്കുള്ള അവസരം അവിടെ ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിനക്ക് അമലുകൾക്കുള്ള അവസരം ഉണ്ടാവുകയില്ല. നിന്റെ മരണത്തോടുകൂടി നിനക്ക് അമലുകളുടെ അവസരം അത് നഷ്ടപ്പെടുകയാണ്. ഖബറിലേക്ക് നീ പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇതാ നിന്റെ പരലോകം അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നൽ ഖബ്റ അവ്വലു മനാസിലിൽ ആഖിറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഖബർ അത് നിന്റെ ഒന്നാമത്തെ ഭവനമാണ് പരലോകത്തേക്കുള്ള യാത്രയിൽ. സഹോദര, അതുകൊണ്ട് മരണത്തിന് മുമ്പായിക്കൊണ്ട് പരലോകത്തേക്ക് വേണ്ടി പണിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ള ഒരു ജീവിതം അതിനുവേണ്ടി പണിയെടുക്കുക. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്, മഹാനായ താബിഈ പണ്ഡിതൻ, അദ്ദേഹം നമുക്ക് ഈ ദുനിയാവിനെ നല്ലൊരു രൂപത്തിൽ ഉപമിച്ചു തരുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, അദ്ദുനിയാ സലാസതു അഖ്സാം. ദുനിയാവ് അത് 3 തരത്തിലാണ്. ദുനിയാവ് എന്ന് പറയുന്നത് അത് 3 തരത്തിലാണ്. ശേഷം അദ്ദേഹം പറഞ്ഞു, അമ്മാ അംസി ഫഖദ് ദഹബ ബിമാ ഫീഹ്. ഇന്നലകൾ അത് കഴിഞ്ഞു പോയിരിക്കുന്നു. ഒന്നാമത്തെ ദിവസം അത് ഇന്നലകളാണ്, അഥവാ അത് കഴിഞ്ഞുപോയി. നീ ചെയ്ത വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതുമായി ആ ദിവസങ്ങൾ പോയി കഴിഞ്ഞു. വഅമ്മാ ഗദ ഫഖദ് ഫലഅല്ലക ലാ തുദ്രികുഹു. ശേഷം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇനിയുള്ളത് നാളെയാണ്, അത് നീ ജീവിക്കണമെന്നില്ല. നീ മരണപ്പെട്ടേക്കാം, നീ ജീവിച്ചു കൊള്ളണമെന്ന് ഒരുറപ്പുമില്ല എന്ന് ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിച്ചു. ശേഷം പറയുകയാണ്, വൽ യൗമ ഫഅമൽ ഫീഹ്. നിനക്കുള്ളത് ആകെ ഒരു ദിവസമാണ്, ഇതാ ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഇന്ന് അവസരം നൽകിയിട്ടുണ്ട്. നാളത്തേക്ക് മാറ്റിവെക്കാനൊരു അവസരം നിനക്കില്ല. നീ നാളെ ബാക്കിയായിക്കൊള്ളണമെന്നില്ല. നീ മരണപ്പെട്ടേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള യാത്ര നീ തുടർന്നേക്കാം സഹോദര. അതുകൊണ്ട് ഇന്ന് പണിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ അവസരം നാം മുതലെടുക്കുക. നമ്മുടെ നിയ്യത്തുകൾ പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം എല്ലാ ഇബാദത്തുകളും ആക്കുക. ഓരോ ദിവസവും ആലോചിക്കുക, എന്താണ് നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള മാറ്റം. പരലോകത്തേക്ക് വേണ്ടി ഇന്നെന്താണ് നാം പുതുതായി ചെയ്തിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായി കാണാം, മാ നദിംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസ്ദദ് ഫീഹി അമലി. അദ്ദേഹം പറയുകയാണ്, എന്റെ ആയുസ്സിൽ നിന്നും ഒരു ദിവസം കുറയുകയും ആ ദിവസത്തിൽ എനിക്കൊരു അമലും ചെയ്യാൻ പറ്റാത്ത ആ ഒരു ദിവസത്തെക്കുറിച്ചാണ് ഞാൻ ഏറ്റവും നല്ലോണം ഖേദിച്ചിട്ടുള്ളത്. അതിനേക്കാളോ കൂടുതലായി മറ്റൊന്നിനെ കുറിച്ച് ഓർത്ത് ഞാൻ ഖേദിച്ചിട്ടില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. സഹോദര, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവസ്ഥ നാം ആലോചിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അവഗാഹമുള്ള പണ്ഡിതനായിരുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, സഹോദരങ്ങളെ, നാം ഓരോരുത്തരും നമ്മുടെ അവസ്ഥ ആലോചിക്കണം. പരലോകത്തേക്ക് വേണ്ടി നാം എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നാം ആലോചിക്കണം. ഈ ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. അല്ലാഹുവിന് വേണ്ടി മാത്രം ഇബാദത്തുകൾ അർപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അമലുകൾ ചെയ്യാൻ നാം എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്, നാം എന്താണ് ഈ ദുനിയാവിൽ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നാം ആലോചിക്കണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അനുചരന്മാർക്ക് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ഇന്ന ദുനിയാ ലൈസത് ബിദാരി ഖറാരിക്കും. ഈ ദുനിയാവ് നിങ്ങളുടെ ശാശ്വത ഗേഹമല്ല, നിങ്ങൾ എന്നെന്നും ബാക്കിയാകുമെന്നുള്ള ഒരു വ്യാമോഹവും നിങ്ങൾക്കുണ്ടാവേണ്ടതില്ല. ശേഷം അദ്ദേഹം പറയുകയാണ്, ദാറുൻ കതബല്ലാഹു അലൈഹൽ ഫനാ. ഇതൊരു ഭവനമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ നാശം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഫതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ.
ശേഷം അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ യാത്രക്കുള്ള പാതയങ്ങൾ ഒരുക്കി വെക്കുക, പരലോകത്തേക്കുള്ള പാതയങ്ങൾ നിങ്ങൾ ഒരുക്കി വെക്കുക. ശേഷം പറയുന്നു, ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും നല്ല പാതയം അത് തഖ്വയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അനുചരന്മാരെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നാം ആലോചിക്കുക, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഈ ദുനിയാവുമായിട്ടുണ്ടായിരുന്ന ബന്ധം എന്താണ്? അവിടുന്ന് പറയുന്നുണ്ടല്ലോ, മാലി വലി ദുനിയ, എനിക്കും ഈ ദുനിയാവിനും തമ്മിൽ എന്ത് ബന്ധം? മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തളല്ല തഹ്ത ഷജറ ثم راح وتركها. ഒരു യാത്രക്കിടയിൽ ഒരു മരത്തിനടിയിൽ വിശ്രമത്തിനായി അതിനെ തണലായി സ്വീകരിക്കുകയും ശേഷം യാത്ര തുടരുകയും ചെയ്യുന്ന ഒരു യാത്രക്കാരനെ പോലെ മാത്രമാണ് ഞാൻ ഈ ദുനിയാവിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദ ലമാ സഖാ മിൻഹാ കാഫിറുൻ ശർബത മാ. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഈ ദുനിയാവെങ്ങാനും അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്രത്തോളം വില വന്നിരുന്നുവെങ്കിൽ ലമാ സഖാ മിൻഹാ കാഫിറുൻ ശർബത മാ, ഒരു കാഫിറും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർത്ത് കുഫ്ർ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആ വെള്ളം കുടിക്കാനുള്ള ഒരു അവസരം അവൻക്കുണ്ടാകുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നാം ആലോചിക്കണം, നമ്മുടെ സലഫുകൾ എങ്ങനെയായിരുന്നു എന്ന് നാം ആലോചിക്കണം. ഈ ദുനിയാവിനോട് അവർ എടുത്തിരുന്ന നിലപാട് എന്തായിരുന്നു എന്ന് നാം പഠിക്കണം. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കാണാം, അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു ഭരണാധികാരിയിൽ നിന്നും അല്ലെങ്കിൽ ഭരണാധികാരിയുടെ മകനിൽ നിന്നും ഒരു വിവാഹാലോചന വരികയുണ്ടായി. ശേഷം അദ്ദേഹത്തിനോട് ആളുകൾ പറഞ്ഞു, താങ്കൾ എന്തിനാണ് നിരസിച്ചത്? നല്ലൊരു ആലോചനയല്ലേ, അദ്ദേഹത്തിന്റെ അടുക്കൽ ധാരാളം സമ്പത്തുണ്ടല്ലോ, ഭരണാധികാരിയല്ലേ, അടുത്ത ഭരണാധികാരിയല്ലേ എന്നിങ്ങനെ ആളുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദുനിയാ ലാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദ, അല്ലാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര വിലയില്ല, പിന്നെ എങ്ങനെയാണ് ഇവന്റെ അടുത്തുള്ള ആ ഒരു ഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ എത്ര വിലയാണ് ഉണ്ടാവുക? ഈ ദുനിയാവല്ല എന്റെ ഉദ്ദേശം എന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയും ശേഷം അദ്ദേഹത്തിന്റെ സദസ്സുകളിൽ സ്ഥിരമായി പങ്കെടുക്കാറുള്ള ഒരു വിദ്യാർത്ഥിക്ക് അവിടുത്തെ മകളെ അദ്ദേഹം വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കുക, നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് പരലോകത്തേക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അയ്യുൽ മുഅ്മിനീന അക്യസ്, ഏതാണ് ഏറ്റവും ബുദ്ധിയുള്ള മുഅ്മിൻ എന്ന് പറയപ്പെടാൻ അർഹിക്കുന്ന ആരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റ, മരണത്തെ ഏറ്റവും ധാരാളമായി ഓർക്കുന്നവരാണ് ബുദ്ധിയുള്ളവർ. അവിടെ നിർത്തിയോ? ഇല്ല. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ള ഒരു ജീവിതം, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിനു വേണ്ടി ഏറ്റവും നല്ല രൂപത്തിൽ ഒരുങ്ങുന്നവനാരോ അവനാണ് ബുദ്ധിയുള്ളവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബുദ്ധിയുള്ളവരാവുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ഈ ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരും ഉൾപ്പെടുക. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين وأصلي وأسلم على خاتم الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين أما بعد. الله سبحانه وتعالى സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വരും ദിവസങ്ങളിൽ നാം കടക്കാനിരിക്കുന്നത് വളരെ പ്രത്യേകതയേറിയ 10 ദിവസങ്ങളിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള 10 ദിവസങ്ങൾ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയാണ്, വലയാലിൻ അശ്ർ, 10 രാത്രികൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇതിന്റെ ഉദ്ദേശം അത് അൽ അശ്റുൽ അവൽ മിൻ ദിൽഹിജ്ജ, ദിൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തഫ്സീർ ഖുർആൻ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ,
അതുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങൾ ഏറ്റവും നല്ല ഒരു മുതൽക്കൂട്ടായി കണക്കാക്കുക. പരലോകത്തേക്ക് വേണ്ടി നാം പണിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ള ജീവിതം അതിനുവേണ്ടി പണിയെടുക്കുക. ബുദ്ധിയുള്ളവരാവുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു അഹബ്ബു ഇലല്ലാഹി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാം. ഈ 10 ദിവസങ്ങളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമലുകൾ, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദിവസം വേറെയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിന്റെ പ്രത്യേകതകൾ, ഇതിന്റെ ശ്രേഷ്ഠതകൾ പറയുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതാണ്. അഥവാ അവർക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങളാണോ രാത്രികളാണോ, അതല്ല ഈ ദുൽഹിജ്ജയിലെ ആദ്യ 10 രാത്രികളാണോ ദിവസങ്ങളാണോ ഏറ്റവും ശ്രേഷ്ഠകരമായത്? പണ്ഡിതന്മാർ അവർ പഠിപ്പിക്കുന്നു, ഏറ്റവും ശരിയായ മറുപടി, അതിനുള്ള ഏറ്റവും ശരിയായ മറുപടി എന്ന് പറയുന്നത് റമദാനിലെ അവസാന 10 രാത്രികളാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതുപോലെ തന്നെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പകലുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി കാണാം. അതുകൊണ്ട് അമലുകൾ വർദ്ധിപ്പിക്കുക, നിസ്കാരം, നിർബന്ധമായ കർമ്മങ്ങൾ അത് വർദ്ധിപ്പിക്കുക. സഹോദരങ്ങൾ, ഈ 10 ദിവസങ്ങൾ അതിന്റെ ശ്രേഷ്ഠതയെ അറിയിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇതിൽ ഉമ്മഹാത്തുൽ ഇബാദാത്ത്, ഇബാദാത്തുകളുടെ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും എല്ലാ കാര്യങ്ങളും ഈ 10 ദിവസങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടതുപോലെ, സക്കാത്ത്, നോമ്പ് എന്നിങ്ങനെ ധാരാളം അമലുകൾ, അതുപോലെ തന്നെ ഹജ്ജ്, അതുപോലെ തന്നെ ഉദ്ഹിയ്യത്ത്, അങ്ങനെ ധാരാളം ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 ദിവസങ്ങളിൽ വളരെ ശ്രേഷ്ഠതയേറിയതാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇബാദത്തുകളിൽ മുന്നേറുക, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി പണിയെടുക്കുക. അല്ലാഹുവിന്റെ അടുക്കലുള്ള മരണത്തിന് ശേഷമുള്ള ആ ഒരു ജീവിതം അതിനുവേണ്ടി പണിയെടുക്കുക. സ്വർഗം കരസ്ഥമാക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്ന ആ ഒരു ഉറച്ച തീരുമാനത്തിൽ നിലകൊള്ളുക. സഹോദരങ്ങളെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിശ്വാസം, റബ്ബ് സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം ഒരിക്കലും കൈവിടാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്നും വ്യതിചലിക്കാൻ തരത്തിൽ എത്രയോ ഫിത്നകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുക. ഇസ്തിഖാമത്തിനെ അല്ലാഹുവിനോട് നിരന്തരമായി തേടുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നിർബന്ധമായ കാര്യങ്ങൾ, നിർബന്ധമായ കർമ്മങ്ങൾ, അതിനെക്കുറിച്ച് നാം ശ്രദ്ധ പുലർത്തണം. നിസ്കാരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ കൽപ്പിച്ചിട്ടുള്ള സക്കാത്ത് പോലുള്ള നിർബന്ധമായ കാര്യങ്ങൾ, അത് നാം ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ലാത്തതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ യതഖറബു ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ ഇഫ്തറത്തുഹു അലൈഹി. എന്നിലേക്ക് ഒരടിമയും അടുത്തിട്ടില്ല ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങളിലൂടെ അല്ലാതെ. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. ഇതാ എന്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവൻ എങ്ങനെയാണത്? സുന്നത്തുകൾ, നവാഫിലുകൾ അത് വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. ശേഷം അല്ലാഹു പറയുന്നു, ഫൈദാ അഹ്ബബ്തുഹു, അങ്ങനെ ഞാൻ അവൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിഷു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതാ അങ്ങനെ അവനെ ഞാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ കേൾക്കുന്നതെല്ലാം എനിക്ക് തൃപ്തികരമായ കാര്യങ്ങളായിരിക്കും, അവൻ കാണുന്നതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടിയുള്ളതായിരിക്കും. അങ്ങനെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നതെല്ലാം അവൻ നൽകുന്ന ആ ഒരവസ്ഥ നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുക, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, നിർബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക, നവാഫിലുകൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നരകത്തിൽ നിന്നും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുമാറാകട്ടെ. وفقنا الله وإياكم. وأقول ما تسمعون وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله الأمين وعلى آله وصحبه أجمعين.